നമ്മൾ 2 ദിവസം നല്ല ടെൻഷനിലായിരുന്നു. കാരണം അനാമികയുടെ സിസേറിയനായിരുന്നു. അത് ഇന്ന് വൈകിട്ടാണ് അതിനകത്ത് നമ്മളൊരു റിക്കവറായി വന്നത്. കാരണം ആ മാതിരി ടെൻഷനിൽ നിന്ന്. അതുപോലെ തന്നെ നമുക്ക് സന്തോഷിക്കാനുള്ള 2 കാര്യങ്ങളുണ്ട്. കാരണം ഒന്ന്, നമുക്ക് അനാമികക്ക് ഒരു പെൺകുഞ്ഞ്, നമ്മുടെ കുടുംബത്തിലിട്ടൊരു പെൺകുട്ടി കടന്നു വന്നിരിക്കുകയാണ്, ഒരു കുഞ്ഞുമോള്, രാജകുമാരി, ഞങ്ങളുടെ രാജകുമാരി. അതുപോലെ തന്നെ ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെ, അതായത് വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇതിൻ്റെ ടെൻഷനിൽ അവനും മറന്നുപോയി, ഞങ്ങളും മറന്നില്ല, പക്ഷേ ഒന്നും ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. കേക്ക്, അതായത് ഞങ്ങളൊരു കേക്ക് വേൾഡിൽ നിന്ന് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവനോട് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റലിൻ്റെ താഴെ നിൽക്കുകയാണ്. ഞങ്ങളൊരു 12 മണിയായപ്പോൾ സിസ്റ്റർമാരോടൊക്കെ അനുവാദം ചോദിച്ചിട്ടുണ്ട്. അവർ കൊണ്ട് ചെന്നോളം പറഞ്ഞിട്ട് ഞങ്ങളിനി അങ്ങോട്ട് പോകാം. എന്നെ കൊണ്ട് കാണണമല്ലോ. യെസ് ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ മറന്നു, ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു. ഈ റൗണ്ട് താങ്ക് യു. പറഞ്ഞായിരുന്നെങ്കിൽ ഞാനൊരു പാൻറ് ഷർട്ട് അതെടുത്ത് കൊടുക്കാം. എത്ര നേരം ഈ സീറ്റ് നിൽക്കുമായിരുന്നു അറിയാം വണ്ടിക്കകത്ത്. സ്റ്റാർട്ടിങ് ആയിരുന്നു ഞാൻ പറഞ്ഞു. പിടിക്കണേട്ടോ. കരച്ചിൽ നിൽക്കത്തുള്ളൂ. Happy birthday to you. Happy birthday to you. Happy birthday to dear Unniyata. Happy birthday to you. അതെങ്ങനെയാണോ മനസ്സിലായി? ഇതാണ് ഞങ്ങളുടെ വാവാച്ചി, മോളൂട്ടി. വീട്ടിൽ വിളിക്കുന്ന പേരിട്ടെന്ന് പറഞ്ഞ് അല്ല, വിധു ഉണ്ണിയുടെ മോളും കേട്ടുന്ന പോലെ അഭിനയിക്കണ. എനിക്കൊന്നും കിട്ടിയില്ലടാ. ആണോ? ഒന്നുകൂടെ താങ്ക് യു. എന്നെ അളിയെ കട്ട് ചെയ്തേ. എന്നാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറയുക സിസ്റ്റർ വന്ന് പുല്ല്